മോനിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മകൻ തൻ്റെ പിതാവിനെ പോലെ ഒരു അധാർമ്മിയോ താന്തോന്നിയോ ആകരുത്. അമ്മ അഗസ്റ്റിനോട് പറഞ്ഞു, സ്ത്രീകളുമായിട്ടുള്ള പെരുമാറ്റങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം, ശുദ്ധതയ്ക്കെതിരെ ഒരു പാപം പോലും ചെയ്യരുത്. അങ്ങനെ ഏതാണ്ട് അഗസ്റ്റിന് 18 വയസ്സ് പ്രായമാകുമ്പം അതോളത്തായി എന്ന് പറയുന്ന ഒരു മകൻ അഗസ്റ്റിന് ജനിച്ചു. തൻ്റെ മകൻ്റെ മാനസാന്തരത്തിനു വേണ്ടി കാത്തിരുന്ന മോണിക്ക മകനോട് പറഞ്ഞു, മതി മകനെ ഈ പാപജീവിതം, 15 വർഷമായി ഒപ്പം കൊണ്ടു നടക്കുന്ന ഈ പെണ്ണിനെ ഉപേക്ഷിക്കണം എന്ന് അഗസ്റ്റിനോട് പറഞ്ഞു. ഏത് പാപിക്കും ഒരു വിശുദ്ധനാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് അഗസ്റ്റിൻ. കത്തോലിക്ക സഭയിൽ ആർക്കും വിശുദ്ധനാകാം എന്ന് തെളിയിച്ച ഒരു മഹാവിശുദ്ധൻ്റെ ജീവിതമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ വിശുദ്ധന് 18 വയസ്സായപ്പം താൻ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലമായി ഒരു മകനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അതായിരുന്നു സത്യം. സഭയ്ക്ക് വേണ്ടി, വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് പിന്നീട് ഒരു സന്യാസിയായി, പുരോഹിതനായി, ആ രൂപതയിലെ മെത്രാനായി മാറിയ ആ വിശുദ്ധൻ മറ്റാരുമല്ല, വിശുദ്ധ അഗസ്റ്റിനാണ്. AD 345 നവംബർ 30 ഉത്തര ആഫ്രിക്കയിലെ പെട്രീഷ്യസിൻ്റെയും മോനിക്കയുടെയും മകനായിട്ടാണ് അഗസ്റ്റിൻ ജനിക്കുന്നത്. അഗസ്റ്റിൻ്റെ പിതാവ് ഒരു വിശ്വാസിയല്ലായിരുന്നു എന്നും മാത്രമല്ല, തീർത്തും അധാർമികമായ ജീവിതം നയിച്ച ഒരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ്റെ പിതാവ് പെട്രീഷ്യസ്. കുടുംബജീവിതത്തെ പടുത്തുയർത്തലാണ് വിവാഹം എന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു അഗസ്റ്റിൻ്റെ അമ്മ. അതുകൊണ്ട് തന്നെ തൻ്റെ ജീവിത പങ്കാളിയുടെ മാനസാന്തരത്തിന് വേണ്ടി നിരന്തരം ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് മരിക്കുന്നതിന് തൊട്ടു മുൻപ് വിശ്വാസം സ്വീകരിച്ച് ഒരു വിശ്വാസിയായിട്ടാണ് പെട്രീഷ്യസ് മരിക്കുന്നത്. മോനിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹം എന്ന് പറയുന്നത് തൻ്റെ മകൻ തൻ്റെ പിതാവിനെ പോലെ ഒരു അധാർമ്മിയോ താന്തോന്നിയോ ആകരുത്, തൻ്റെ മകൻ ഒരു വിശുദ്ധനാകണം എന്ന ചിന്തയിൽ ചെറുപ്പം മുതലേ ഈ മകന് വേണ്ടി മോനിക്ക പ്രാർത്ഥിച്ചിരുന്നു. അഗസ്റ്റിനെ അങ്ങനെ ചെറുപ്പത്തിൽ പഠിക്കാനായിട്ട് ഗ്രാമത്തിലെ ഒരു ചെറിയ സ്കൂളിലാണ് ചേർക്കുന്നത്. പിന്നീട് തുടർ പഠനത്തിനായിട്ട് ഏതാണ്ട് അവിടെ നിന്ന് 15 കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്താണ് ഈ അഗസ്റ്റിൻ പഠിക്കാനായിട്ട് പോകുന്നത്. പിന്നീട് തിരിച്ച് ഗ്രാമത്തിൽ വന്നു ജോലിയൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. പഠിക്കാൻ അതിസമർത്ഥനായതുകൊണ്ട് അല്പം കൂടി നഗരപ്രദേശമായ കാർത്തേജിലേക്ക് തുടർ പഠനത്തിനായിട്ട് കടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അമ്മ അഗസ്റ്റിന് കൊടുക്കുന്ന ചില ഉപദേശങ്ങളുണ്ട്. അമ്മ അഗസ്റ്റിനോട് പറഞ്ഞു, ധാർമ്മികത ഒരിക്കലും കൈവിടരുത്. രണ്ടാമത്തെ കാര്യം, സ്ത്രീകളുമായിട്ടുള്ള പെരുമാറ്റങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തണം. മൂന്നാമത്, ഈ അഗസ്റ്റിനോട് അമ്മ പറഞ്ഞു, ശുദ്ധതയ്ക്കെതിരെ ഒരു പാപം പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് അമ്മ കാർത്തേജ് എന്ന് പറയുന്ന നഗരത്തിലേക്ക് അഗസ്റ്റിനെ യാത്രയാക്കുന്നത്. നഗരത്തിലെത്തിയതും അഗസ്റ്റിൻ അമ്മയുടെ ഉപദേശമൊക്കെ കൈവിട്ടു. അങ്ങനെ തീർത്തും അധാർമികമായ പാപം നിറഞ്ഞൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അഗസ്റ്റിൻ നയിച്ചിരുന്നത്. അങ്ങനെ ഏതാണ്ട് അഗസ്റ്റിന് 18 വയസ്സ് പ്രായമാകുമ്പം അതോളത്തായി എന്ന് പറയുന്ന ഒരു മകൻ അഗസ്റ്റിന് ജനിച്ചു. അങ്ങനെ പാപകരമായ ഒരു ജീവിതം ആ കുഞ്ഞിൻ്റെ അമ്മയായ സ്ത്രീയോടൊപ്പം അഗസ്റ്റിൻ നയിച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നീട് അഗസ്റ്റിൻ ജീവിതത്തിൽ മാനസാന്തരമൊക്കെ വരുന്ന സമയത്ത് ഈ കൺഫെഷൻ എന്ന് പറയുന്ന അഗസ്റ്റിൻ്റെ വിശ്വവിഖ്യാതമായ പുസ്തകത്തിൽ അഗസ്റ്റിൻ തന്നെ പറയുന്നുണ്ട്, തൻ്റെ പാപത്തിൻ്റെ കനിയായിരുന്നു ഈ മകൻ. പിന്നീട് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു വന്ന് അവിടെ കുട്ടികളെ ഗ്രാമർ പഠിപ്പിക്കാനും അതുപോലെ കുട്ടികളെ പ്രസംഗകല അഭ്യസിപ്പിക്കാനൊക്കെ ആയിട്ട് അഗസ്റ്റിൻ അവിടെ ഒരു കൊച്ചു സ്കൂൾ തുടങ്ങുന്നുണ്ട്. എന്നാൽ ഈ സ്കൂളിൽ കുട്ടികളൊക്കെ വന്നു, നന്നായിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അഗസ്റ്റിൻ തിരിച്ചറിയുന്നൊരു കാര്യം, ഈ കുട്ടികളെല്ലാം മഹാ ഉഴപ്പന്മാരാണ്, ഇവരൊന്നും പഠിക്കുന്നില്ല എന്ന് മനസ്സിലായപ്പം ആ സ്കൂള് അദ്ദേഹം അടച്ചു പൂട്ടുകയാണ് പിന്നീട് ഉണ്ടായത്. അതിനോട് അഗസ്റ്റിൻ ഒരു തീരുമാനം എടുത്തു, ഇറ്റലിയിലേക്ക് പോയേക്കാം. അമ്മ മോനിക്ക അതിന് യാതൊരു വിധത്തിലും പെർമിഷൻ കൊടുത്തില്ല. കാരണം ഒരുപക്ഷെ അഗസ്റ്റിൻ്റെ ചിന്താഗതികളെക്കുറിച്ചും അഗസ്റ്റിൻ്റെ കൈവിട്ട ജീവിതത്തെക്കുറിച്ചൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് അഗസ്റ്റിൻ അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ താനും പോകും എന്നൊരു തീരുമാനം എടുത്തു. പിന്നീട് ആരും അറിയാതെ അഗസ്റ്റിൻ രാത്രിയിൽ കപ്പൽ കയറി ഇറ്റലിയിലേക്ക് കടന്നു പോവുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നു ക്ലാസ്സുകളൊക്കെ തുടങ്ങി, കുട്ടികളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ പൈസ മാത്രം സമയത്ത് കിട്ടുന്നില്ല. പിന്നീട് ആ സ്കൂളും അടച്ച് പൂട്ടുകയാണ് ഉണ്ടായത്.
പഠിപ്പിക്കാനും പഠിക്കാനും കാര്യങ്ങൾ വാദിച്ച് ജയിക്കാനൊക്കെ അതിപ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അഗസ്റ്റിൻ. അതുകൊണ്ട് തന്നെ മിലാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് അഗസ്റ്റിന് ഒരു ക്ഷണം പിന്നീട് ലഭിക്കുകയാണ്. അങ്ങനെ അഗസ്റ്റിൻ തൻ്റെ ജീവിതം മിലാനിലേക്ക് മാറ്റുകയാണ്. ഹെബ്രായ ലേഖനം 4:12 ഒരു വചനമില്ലേ, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, അത് ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയവികാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഈ മിലാനിനെ മെത്രാനായ വിശുദ്ധ അംബ്രോസ് വചനം പ്രഘോഷിച്ചപ്പം ആ വചനം ശരിക്കും അഗസ്റ്റിനിലേക്ക് ചൂഴ്ന്നിറങ്ങി. അത് അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിൻ്റെ ഒരു ആദ്യ പടിയായി പിന്നീട് മാറി എന്നതാണ് ചരിത്രം നമ്മളോട് പറയുന്നത്. ഈ സമയത്ത് തന്നെയാണ് അഗസ്റ്റിൻ്റെ ഒരു സുഹൃത്ത് മരുഭൂമിയിലെ പിതാവായ വിശുദ്ധ ആൻ്റണിയുടെ ജീവിത ചരിത്രത്തെക്കുറിച്ച് അഗസ്റ്റിനോട് പറയുന്നത്. അങ്ങനെ അഗസ്റ്റിൻ അത് വായിക്കുകയും അതിൽ നിന്ന് കിട്ടിയൊരു പ്രചോദനവും കൂടി അഗസ്റ്റിൻ്റെ മാനസാന്തരത്തിന് ശരിക്കും കാരണമായി മാറുന്നുണ്ട്. ഇതേ സമയത്ത് ആഫ്രിക്കയിൽ നിന്ന് അഗസ്റ്റിൻ്റെ അമ്മ മോനിക്ക അഗസ്റ്റിനോടൊപ്പം താമസിക്കാനായിട്ട് കടന്നു വരികയാണ്. തൻ്റെ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരുന്ന മോനിക്ക മകനോട് പറഞ്ഞു, മതി മകനെ ഈ പാപജീവിതം, 15 വർഷമായി ഒപ്പം കൊണ്ടു നടക്കുന്ന ഈ പെണ്ണിനെ ഉപേക്ഷിക്കണം എന്ന് അഗസ്റ്റിനോട് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ ഉപദേശം സ്വീകരിച്ച് ഈ പെണ്ണിനെ അഗസ്റ്റിൻ ഉപേക്ഷിക്കുകയാണ്. പിന്നീട് അമ്മ തനിക്ക് വേണ്ടി കണ്ടെത്തിയൊരു പെങ്കൊച്ച്, അവൾക്ക് 10 വയസ്സ് പ്രായമേ ഉള്ളൂ. അഗസ്റ്റിനെ കല്യാണം കഴിക്കണമെങ്കിൽ 12 വയസ്സ് പ്രായമാകണം. അങ്ങനെ അഗസ്റ്റിൻ ആ വിവാഹത്തിന് സമ്മതിച്ചു. എങ്കിലും ഈ 2 വർഷം തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശാരീരികമായിട്ടുള്ള പ്രലോഭനങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് എന്നുള്ള കാര്യം അഗസ്റ്റിൻ തന്നെ തൻ്റെ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഒരു ദിവസം മുറിയിലിരിക്കുന്ന സമയത്ത് എടുത്തു വായിക്കുക എന്നൊരു സ്വരം അഗസ്റ്റിൻ്റെ കർണപുടങ്ങളിൽ പതിച്ചു. അഗസ്റ്റിൻ തൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ ഒരു ബൈബിൾ അവിടെ തുറന്നിരിപ്പുണ്ട്. ആ ബൈബിളിലേക്ക് അഗസ്റ്റിൻ ആദ്യം കണ്ണോടിച്ചപ്പോൾ തന്നെ വിശുദ്ധ പൗലോസ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-ാം വാക്യമാണ് അഗസ്റ്റിൻ്റെ കണ്ണുകളിൽ ഉടക്കിയത്. ആ വചനം ഇങ്ങനെയാണ്: രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. ആകയാൽ നമുക്ക് അന്ധകാരത്തിൻ്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം നമുക്ക് പെരുമാറാം. സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചകളിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെപ്പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഈ വചനം ഇദ്ദേഹത്തെ ഭയങ്കരമായി മാറ്റിമറിച്ചു. തൻ്റെ പരിഹാര ജീവിതം ആരംഭിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ തകർത്ത് കളഞ്ഞ തൻ്റെ പാപജീവിതത്തിന് പിൻവാങ്ങി എന്ന് മാത്രമല്ല, വിവാഹം പോലും വേണ്ട എന്ന് വെച്ചു. ആ കാലഘട്ടത്തിൽ തനിക്ക് വേണ്ടി കണ്ണുനീർ പുഴയൊഴുക്കിയ, തൻ്റെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരുന്ന വിശുദ്ധയായ അമ്മ മോനിക്ക ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയി. പിന്നീട് അദ്ദേഹം വീണ്ടും തിരിച്ച് ആഫ്രിക്കയിലേക്ക് വന്നു. ആഫ്രിക്കയിൽ വന്നിട്ട് തനിക്കുണ്ടായിരുന്ന തൻ്റെ സമ്പത്ത് മുഴുവൻ വിറ്റ് പാവങ്ങൾക്ക് ദാനം ചെയ്തു. സമാന മനസ്കരായ ഏതാനും യുവജനങ്ങളെ കൂട്ടിച്ചേർത്ത് ഒരു സന്യാസ സമൂഹം സ്ഥാപിച്ച് താപസ ജീവിതം ആരംഭിച്ചു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവിടുത്തെ ബിഷപ്പിന് ഒരു പുരോഹിതന് ആവശ്യമായി വന്നു. ആ ബിഷപ്പ് ചെയ്ത കാര്യം, ഈ അഗസ്റ്റിനെ തൻ്റെ ആശ്രമത്തിൽ നിന്ന് വിളിച്ച് പട്ടം കൊടുത്ത് പുരോഹിതനാക്കി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി നിയോഗിച്ചു. പിന്നീട് ആ ബിഷപ്പ് രോഗിയായി. അപ്പോൾ ജനത്തിൻ്റെയും ബിഷപ്പിൻ്റെയും ഹിതമനുസരിച്ച് തൻ്റെ പിൻഗാമിയായി, മെത്രാനായി, ആ രൂപതയുടെ അധിപനായി ഈ അഗസ്റ്റിനെ ഉയർത്തി. മെത്രാനായ അഗസ്റ്റിന് തൻ്റെ ശുശ്രൂഷ അത്ര എളുപ്പമായിരുന്നില്ല. ആ കാലഘട്ടത്തിൽ സഭയ്ക്കെതിരെ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരുന്ന ഡൊണാറ്റിസത്തിനെതിരെയും പെലാജിയനിസത്തിനെതിരെയൊക്കെ നിരന്തരം വെല്ലുവിളി ഉയർത്തേണ്ടതായി അഗസ്റ്റിന് പലപ്പോഴും വന്നു എന്നതും മറ്റൊരു ചരിത്രമാണ്. തൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് നിരന്തരം പശ്ചാത്തപിച്ചുകൊണ്ടിരുന്നു അഗസ്റ്റിന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വചനം ദാവീദിൻ്റെ പാപസങ്കീർത്തനമായിരുന്നു. അതുകൊണ്ട് അഗസ്റ്റിൻ പലപ്പോഴും തൻ്റെ മുറിയിൽ ദാവീദിൻ്റെ പാപസങ്കീർത്തനം എഴുതി അത് നിരന്തരം ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. അഗസ്റ്റിൻ തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: ഒരു ക്രിസ്ത്യാനി എന്തിനു ദുഃഖിക്കണം? വരാനിരിക്കുന്ന ലോകത്തെക്കുറിച്ച് പ്രത്യാശയുള്ള ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെ ദുഃഖിക്കാൻ കഴിയും?
അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അഗസ്റ്റിന് ഒരു കാര്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. കാരണം ഈ ലോകത്തിനപ്പുറത്ത് ദൈവത്തോടൊപ്പം ഒരു ജീവിതമുണ്ട് എന്നതിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആളായിരുന്നു വിശുദ്ധ അഗസ്റ്റിൻ. അഗസ്റ്റിൻ്റെ ആത്മകഥയായ കൺഫഷനിൽ അഗസ്റ്റിൻ ഇങ്ങനെ കുറിക്കും: ഓ സനാതന സത്യമേ, നിന്നെ അറിയാൻ ഞാൻ എത്ര വൈകിപ്പോയി. അങ്ങനെ ഒടുക്കം AD 430 ഓഗസ്റ്റ് 28 ഏത് പാപിയിലും ഒരു വിശുദ്ധനുണ്ട് എന്ന് തെളിയിച്ച് ആ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. ബൈബിളിലൊരു വചനമില്ലേ, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്നവൻ സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ഈശോയെ കണ്ടെത്തിയൊരു വ്യക്തി ഈശോയെ അള്ളിപ്പിടിച്ച് മുന്നോട്ട് പോകണം എന്ന് അഗസ്റ്റിൻ നമ്മെ ഓർമ്മിപ്പിക്കുക. ഏത് പാപിക്കും ഒരു വിശുദ്ധനാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കുകയാണ് അഗസ്റ്റിൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.